ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പമാണ്. ഇത് വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റവ പാലപ്പത്തിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ്, ഈ ഒരു കപ്പിന് ഈ അളവിനുള്ള 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഏത് അളവ് പാത്രത്തിൽ വേണേലും നമ്മൾ എടുക്കാം. ഒരു ഗ്ലാസ്സിനാണെങ്കിലും എടുക്കുന്ന ആ ഒരു ഗ്ലാസ്സിന് തന്നെ എല്ലാം എടുക്കണമെന്നേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് അവലും കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് ഞാനിവിടെ. 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് 2 കപ്പ് ഇളം ചൂടുവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഇപ്പം നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ. അതിന് വേണ്ടി നമുക്ക് മൂടി വയ്ക്കാം. 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഇതെടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ആവശ്യമായ വെള്ളം, ഇത് അരയാൻ ആവശ്യമായ, ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് ചേർത്തൊന്ന് അരച്ച് നോക്കുക. പോരെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചേർക്കാം. ഒന്ന് നല്ല സ്മൂത്തായിട്ട് അരച്ചുകൊണ്ട് വരും. ഞാൻ ആ മാവ് പകുതി ഭാഗം ഇതിനകത്തോട്ട് മാറ്റിയിട്ടുള്ളായിരുന്നു. അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കുറച്ച് മാവും കൂടെ ഉണ്ട് അതിൻ്റെ തന്നെ, അതും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് മാവും കൂടെ ഉണ്ടായിരുന്നു, ബാക്കി അതും കൂടെ ചേർത്ത് അരച്ചുകൊണ്ട് വരും. ആ ബാലൻസ് ഇരിക്കുന്ന 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ ബാക്കിയുള്ള മാവും കൂടെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം, ഞാൻ എടുത്ത ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഈ 2 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുത്ത്. മൊത്തം ഇതിനകത്ത് 3 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു അരമണിക്കൂർ കൂടെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ഈ സമയത്തേക്ക് നോക്കണം. ഞാനൊരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കിവിടെ 1 തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കാം. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഹോളൊക്കെ വരുന്നുണ്ട്. ഈ സമയത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. അങ്ങനെ നമ്മുടെ
റവ കൊണ്ടുള്ള സൂപ്പർ സോഫ്റ്റ് പാലപ്പം റെഡിയായിരിക്കുകയാണ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ എല്ലാ അപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാ അപ്പവും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള റവ കൊണ്ടുള്ള പാലപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റൊക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക്സ്.